1000 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു സ്പെഷ്യൽ ലാൻഡിയൻ ഗ്രാസ് ഗിഫ്റ്റൊക്കെ ചെയ്തുകൊണ്ട് തെങ്ഷെ ഷാവോയെ പ്രൊപ്പോസ് ചെയ്യുന്നതും അവൾ അത് റിജക്റ്റ് ചെയ്യുന്നതുമൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടത്. ഷാവോ ഇങ്ങനെ റിജക്റ്റ് ചെയ്തതിൽ തെങ്ഷയ്ക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അവനത് പുറത്ത് കാണിക്കാതെ തനിക്ക് കുഴപ്പമൊന്നുമില്ല, അവളുമായി ഫ്രണ്ട്സ് ആയിരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അവൻ വല്ലാതെ മടി കാണിക്കുന്നു. പിന്നെ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഗ്രാസിനെ തിരികെ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞ് അതും എടുത്തുകൊണ്ട് അവൻ വേഗം അവിടെ നിന്ന് പോകുന്നുമുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ മറിഞ്ഞിരിപ്പുണ്ടായിരുന്ന ഓഹനെ ഷാവോ പുറത്തേക്ക് വിളിച്ചത്. അവൻ അവിടെ മറിഞ്ഞിരിപ്പുണ്ട് എന്ന് അവൾക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. തെങ്ഷെ അവിടെ ഉള്ളതുകൊണ്ടാണ് അവൾ ഇതുവരെ ആ കാര്യം അറിഞ്ഞതായി ഭാവിക്കാഞ്ഞത്. ഓഹനാണെങ്കിൽ ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ആരും അറിയാത്ത രീതിയിലാണ് അവിടെ മറിഞ്ഞിരുന്നത്. എന്നിട്ടും അവളത് കണ്ടുപിടിച്ചതിൽ അവൻ അവളെ അഭിനന്ദിക്കുന്നു. തെങ്ഷയും ഷിങ്ഷിയും ഒക്കെ ഷാവോയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഓഹൻ ഇതുവരെ അവളെ അങ്ങനെ പരിചയപ്പെട്ടിട്ടും അടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണമെങ്കിൽ അവനെ ഇപ്പോൾ കൊല്ലാമല്ലോ, എന്നിട്ടും കൊല്ലാതിരിക്കുന്നത് എന്താണെന്നും ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് നിന്നെ കൊല്ലുന്നത്, എനിക്ക് നിന്നെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ഷാവോ ചോദിക്കുന്നു. അവൻ്റെ കൾട്ടിവേഷൻ വേണമെങ്കിൽ അവനെ കൊന്നുകൊണ്ട് അവൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ആരുടെയും കൾട്ടിവേഷൻ തട്ടിയെടുക്കേണ്ട ആവശ്യം തനിക്കില്ല എന്ന് ഷാവോ പറയുന്നു. അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂട്ടത്തിൽ ഷാവോ അവൻ്റെ കയ്യിലെ മുറിവിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തുണി കൊണ്ട് ചുറ്റി കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ഓഹനെ ഒന്നേയും ഡ്രസ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ അവനിങ്ങനെ മറ്റുള്ളവരുടെ വീക്ക്നെസ് നോക്കി അവരെ തോൽപ്പിച്ച് ജയിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ കുറെ ഉപദേശിച്ചിട്ട് ഷാവോ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഷിങ്ഷി അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ടത്. ഷിങ്ഷി ഇപ്പോൾ ഓഹനെ കണ്ടാൽ ആ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഓഹനോട് അവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാൻ പറഞ്ഞിട്ട് അവൾ വേഗം ഷിങ്ഷിയുടെ അടുത്തേക്ക് പോയി അവൻ ഓഹനെ കാണാതെ അവിടെ നിന്ന് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവർ പോയ ശേഷമാണ് ഓഹൻ പുറത്തേക്ക് വന്നത്. എന്തായാലും ഷാവോയോട് ഇപ്പോൾ ഓഹനും ഒരിഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഷാവോ ഒന്ന് തിരികെ കൊട്ടാരത്തിലെത്തിയ സമയത്ത് ലോങ്യോ എന്നൊരു കുഞ്ഞു ഡ്രാഗൺ അവിടേക്ക് വന്നിട്ട് അവളുടെ ബർത്ത്ഡേ പറ്റി പറയുന്നുണ്ട്. ഇവനെ കുഞ്ഞു ഡ്രാഗൺ ആണെന്ന് പറയാൻ കാര്യം അവൻ്റെ കൾട്ടിവേഷനൊന്നും വളരെ അധികമായിട്ടില്ല. അവൻ ഏറ്റവും താഴത്തെ ലെവലിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ശരിക്കുമുള്ള ഡ്രാഗണായി മാറിയിട്ടുമില്ല. അതുകൊണ്ടാണ് കുഞ്ഞു ഡ്രാഗൺ എന്ന് പറയുന്നത്. ഷാവോ തൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷിക്കുന്നു. അവൾ ഇങ്ങനെ അശ്വർ ഡ്രാഗണായി മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണല്ലോ. അതുകൊണ്ട് അത് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ലോങ്യോ പറയുന്നത്. എന്ത് സമ്മാനമാണ് അവൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരുക്കങ്ങളൊന്നും വേണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുറച്ച് നൂഡിൽസ് സൂപ്പ് ഉണ്ടാക്കാൻ അവൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവർക്ക് നൂഡിൽസ് എന്താണെന്ന് അപ്പോൾ അറിയുക പോലുമില്ല. അന്നത്തെ കാലഘട്ടത്തിൽ നൂഡിൽസ് ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് ഷാവോ ഊഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പിന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ബർത്ത്ഡേ ദിവസം രാവിലെ ഷാവോ ആ കടൽ തീരത്ത് വന്നതുകൊണ്ട് ഹോങ്ങിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ പ്രതീക്ഷിക്കാതെ ഓഹൻ അവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവൻ്റെ കയ്യിലെ മുറിവൊക്കെ ഇപ്പോൾ ഭേദമായിരിക്കുന്നു. അതിന് താങ്ക്സ് പറയാനാണ് വന്നതെന്ന് അവൻ പറഞ്ഞപ്പോൾ ഒരു ഗിഫ്റ്റ് തരാതെ താങ്ക്സ് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് ഷാവോ എൻ്റെ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കൈ നീട്ടുന്നുണ്ട്. ഓഹൻ ശരിക്കും അവൾക്കൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടായിരുന്നു വന്നത്. അതവൻ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഒരു ചെറിയ ബോക്സ് ആയിരുന്നു അത്. അതിനുള്ളിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. മെർമെയ്ഡിൻ്റെ പേൾ കൊണ്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റാണിത്. അതിന് ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശേഷിയുണ്ട്, ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. നിനക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്തെങ്കിലും വിഷമഘട്ടം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഇത് നിനക്ക് ഉപകാരപ്പെടും എന്ന് ഓഹൻ അവളോട് പറയുന്നു. ആ മെർമെയ്ഡ് പേൾ ശേഖരിക്കാൻ പോയ സമയത്ത് അവൻ്റെ കൈകളിൽ വേറെ മുറിവൊക്കെ പറ്റിയിരിക്കുന്നതും ഷാവോ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതെന്ന് ഓഹൻ സമ്മതിക്കുന്നില്ല. അവൾ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. എന്തായാലും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഷാവോ നന്ദി പറഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷത്തോടെയാണ് അവൻ അവിടെ നിന്ന് തിരികെ പോകുന്നത്. ഷാവോ തിരികെ കൊട്ടാരത്തിലേക്ക് എന്നപ്പോൾ ഷിങ്ഷി അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ സ്പെഷ്യലായിട്ടുള്ള ആയുധങ്ങളാണ് അവൻ അവൾക്ക് സമ്മാനമായി കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ലോങ്ഷി വെറുതെ അല്ല അവൻ ഇതുവരെ അവളുടെ മനസ്സ് കീഴടക്കാൻ പറ്റാത്തതെന്ന് കളിയാക്കി പറയുന്നുണ്ട്. ഷാവോയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയുള്ള ആയുധങ്ങളുടെ യാതൊരു ആവശ്യവുമില്ല. അല്ലാതെ തന്നെ അവൾ വളരെ പവർഫുള്ളാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു ബോധവുമില്ലാത്തതുപോലെയാണ് ഷിങ്ഷി ഈ ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഷാവോ പക്ഷേ അവനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അവൻ ആ ആയുധങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് അവൾ ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. അവസാനം അവളുടെ ക്ഷമ നശിക്കുന്നു. ഈ സമയത്താണ് തിങ്ഷെ ഒരു കുപ്പി വൈനുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അവനും അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൾക്ക് ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. എന്തായാലും ഷാവോ അവരെ രണ്ടുപേരെയും കൂടി വിളിച്ചിരുത്തി അവർക്കൊപ്പം ഫുഡ് കഴിക്കുകയും മറ്റും ചെയ്യുന്നു. ഈ സമയത്ത് ആര് ഷാവോയെ സ്വന്തമാക്കും എന്ന കാര്യം പറഞ്ഞ് ഷിങ്ഷിയും തിങ്ഷയും തമ്മിൽ അടിയാവുന്നുണ്ട്. അവസാനം ഷാവോയ്ക്ക് അവരോടും വയലൻ്റ് ആവേണ്ടി വരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഈ വിരുന്ന് നശിപ്പിക്കാനായിട്ട് വന്നതാണോ? രണ്ടുപേർക്കും ശരിക്കും എനിക്കെന്തെങ്കിലും ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും സാധനം കൊണ്ടുവരാൻ അവൾ ആവശ്യപ്പെടുന്നു. അവൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജീവിക്കുകയാണല്ലോ. ഇന്ന് വരെ അവൾ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഐറ്റം കാണുമോ എന്ന് ഷിങ്ഷി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ചിരിക്കും എന്ന് ഷാവോ പറഞ്ഞപ്പോൾ തിങ്ഷി അപ്പോൾ തന്നെ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാനായി പുറപ്പെടുന്നു. ഞാൻ ഉറപ്പായും നിനക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഷിങ്ഷിയും പോകുന്നുണ്ട്. രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോഴാണ് ഷാവോയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് അവളുടെ ഡ്രാഗൺ പ്രജകളെല്ലാം കൂടി അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് എത്തുന്നത്.
അവർ കുറേ മനുഷ്യരെയായിരുന്നു അവൾക്ക് സമ്മാനമായി പിടികൂടിക്കൊണ്ട് വന്നത്. മുമ്പ് അവൾ ഒരു മനുഷ്യരെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നല്ലോ, അത് കരുതിയാണ് ഇവരിങ്ങനെ കുറേ മനുഷ്യരെ പിടികൂടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ആകെ 3 പേരാണ് അവളുടെ മുന്നിലെത്തുന്നത്. ആ സമയത്ത് ഇവരുടെ മുഖം മറച്ചിരിക്കുകയായിരുന്നു. മുഖംമൂടി മാറ്റിയപ്പോൾ ഷാവോ ആകെ ഷോക്കാവുന്നു. കാരണം അക്കൂട്ടത്തിലൊരാൾ ഹോങ്ങിയായിരുന്നു. ആ 3 പേരോടും കൂടി പരസ്പരം ഫൈറ്റ് ചെയ്യാനായി ലോങ്ഷി ഓർഡർ നൽകുന്നുണ്ട്. അവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഷാവോ അന്തം വിടുന്നു. അപ്പോഴാണ് ലോങ്ഷി ബാക്കി കാര്യങ്ങൾ അവരോട് പറയുന്നത്. ശരിക്കും 100 മനുഷ്യരായിരുന്നു അവർ പിടികൂടിയത്. അവരിൽ ഒരാൾക്ക് മാത്രമേ ജീവനോടെ ബാക്കിയിരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഇവർ പറഞ്ഞു കഴിയുമ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. അവസാനം വരെ സർവൈവ് ചെയ്യുന്ന ആരാണോ അവർക്ക് ഡ്രാഗൺ ലോർഡിനെ ജീവനോടെ സേവിക്കാനുള്ള അവസരമുണ്ടാവും. അതിനുവേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ലോങ്ഷി അവളോട് പറയുന്നു. ഷാവോ ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. പക്ഷെ അവൾക്ക് അവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഹോങ്ങെ ഇവളെ കണ്ടപ്പോൾ തന്നെ വല്ലാതെ ആയിരുന്നു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ആ ബാക്കി മനുഷ്യരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയിൽ അവൻ അവസരം കിട്ടിയപ്പോൾ ഷാവോയെ അറ്റാക്ക് ചെയ്യാനായി മുന്നോട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ലോങ്യോ ആ സമയത്ത് അവന് നേരെ ശക്തി പ്രയോഗിക്കുന്നതിനാൽ അവൻ തെറിച്ചു വീണ് ആകെ അവശതയിലാവുന്നു. അത്രയും ആയപ്പോഴേക്കും ഷാവോ ഇടപെടുന്നു. അവനെ തൻ്റെ ബെഡിൽ കൊണ്ട് കിടത്താൻ അവൾ കൂടെയുള്ളവരോട് പറയുന്നുണ്ട്. 2 ജോലിക്കാർ അവനെ അവളുടെ മുറി വരെ എത്തിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബെഡിലേക്ക് അവനെ കിടത്താൻ അവർക്ക് മനസ്സ് വരുന്നില്ല. കാരണം അവരുടെ മുന്നിൽ അവൻ വെറും നിർകൃഷ്ടനായ ഒരു മനുഷ്യൻ മാത്രമാണല്ലോ. ഡ്രാഗൺ ലോർഡിൻ്റെ ബെഡിൽ കിടക്കാനുള്ള എന്ത് യോഗ്യതയാണ് അവനെന്നുള്ള രീതിയിലാണ് അവർ സംശയിച്ച് നിൽക്കുന്നത്. അവസാനം ഷാവോയ്ക്ക് വളരെ സ്ട്രിക്റ്റായി പറയേണ്ടി വരുന്നു. അങ്ങനെ അവർ അവനെ അവിടെ കിടത്തിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഷാവോ തൻ്റെ ശക്തി ഉപയോഗിച്ച് അവനെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും ലോങ്ഷിയും ലോങ്യും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ട് അവനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് അവളുടെ പവർ ഇങ്ങനെ അവൻ്റെ മേൽ പ്രയോഗിക്കുന്നത് അവനെ അപകടത്തിൽ എത്തിക്കുകയുള്ളൂ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതോടെ ഷാവോ തൻ്റെ ശക്തി ഉപയോഗിക്കുന്നത് നിർത്തുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനായ ഇവൻ്റെ കാര്യത്തിൽ ഇവൾ ഇത്ര കെയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ലോങ്ഷി സംശയം ചോദിക്കുന്നുണ്ട്. അവൻ അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് താൻ അവനെ ഉപദ്രവിച്ചതെന്ന് ലോങ്യവും ക്ഷമ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഷാവോയ്ക്ക് എങ്ങനെയെങ്കിലും ഹോങ്ങിയെ രക്ഷിക്കണമെന്നേ ഈ സമയത്തുണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. അവർ പിന്നെയും ഹോങ്ങിയെ അവൾ ഹെൽപ്പ് ചെയ്യുന്നതിന് കുറ്റപ്പെടുത്തിയപ്പോൾ അവരെ രണ്ടുപേരെയും അവൾ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ട്രിബുലേഷൻ കഴിഞ്ഞ ശേഷം ഡ്രാഗൺ ലോർഡിൻ്റെ മനസ്സ് ആകെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു സാധാരണ മനുഷ്യനല്ലേ, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടക്കട്ടെ എന്ന് ലോങ്ഷിയും ലോങ്യും പരസ്പരം പറയുന്നുണ്ട്. ഷാവോ ഈ സമയമെല്ലാം അവിടെ ഇരുന്ന് ഹോങ്ങിയുടെ മുറിവുകൾ കഴുകി തുടച്ച് വൃത്തിയാക്കുകയും മറ്റുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിക്കിടക്കുന്ന അവനോടായി സംസാരിക്കുന്നുണ്ട്. മുമ്പ് ഓരോ അവസരങ്ങളിലും അവനായിരുന്നല്ലോ ഇതുവരെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൾ അവനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇത്തവണ താൻ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അവൾ അവിടെ ഇരുന്ന് പറയുന്നു. ഹോങ്ങിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അവൻ ഇടയ്ക്ക് ഉണർന്ന് കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നു. ഷാവോ വെള്ളമൊക്കെ അവൻ്റെ വായിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവന് ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അവൾ മയങ്ങി പോകുന്നുമുണ്ട്. ആ സമയത്താണ് ഹോങ്ങിയെ ഉണരുന്നത്. അടുത്തിരുന്ന് മയങ്ങുന്ന അവളെ കണ്ടപ്പോൾ അവന് ശരിക്കും പേടിയാവുന്നുണ്ട്. അവളെ ഉണർത്താതെ തന്നെ അവൻ അവിടെ കുറച്ച് അപ്പുറത്തായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ കത്തി കൈക്കലാക്കുന്നു. അപ്പോഴേക്കും ഷാവോ ഉണരുന്നുണ്ട്. അവനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ അവൾ എഴുന്നേറ്റ് അടുത്തേക്ക് എല്ലാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ കയ്യിലിരിപ്പുണ്ടായിരുന്ന കത്തി അവൾക്ക് നേരെ പ്രയോഗിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴും അവളുടെ ശക്തി കാരണം അത് അവളെ പരിക്കേൽപ്പിക്കുന്നില്ല. നീ ഇങ്ങനെ കാണുമ്പോൾ എന്നെ കൊല്ലാൻ തുടങ്ങുന്ന എന്തിനാണ്? ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തതെന്ന് ഷാവോ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഡീമൻസ് പിന്നെ മനുഷ്യരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? നിങ്ങൾ കാരണം എത്ര മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്? ഇപ്പോൾ തന്നെ എത്ര മനുഷ്യരെ കൊന്നിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ വിജയിച്ചു വന്നാൽ എനിക്ക് ഡ്രാഗൺ ലോർഡിനെ സേവിക്കാനുള്ള അവസരം കിട്ടുമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. പക്ഷേ എനിക്കാരെയും സേവിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതിനേക്കാൾ ഭേദം മരിക്കുന്നതാണെന്ന് പറഞ്ഞ് അവൻ കത്തി സ്വന്തം കഴുത്തിന് നേരെ ചൂണ്ടുന്നുണ്ട്. എങ്കിൽ പിന്നെ നീ അങ്ങ് മരിക്കാൻ ഷാവോ അവനോട് പറയുന്നു. എന്തായാലും നീ ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവിടെ വരെ എത്തിയത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. ഒന്നുകിൽ ആർക്കെങ്കിലും നീ ജീവിച്ചിരിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടാവും. അതെന്ത് തന്നെ ആയാലും നിനക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമെന്ന് അവൾ പറയുന്നുണ്ട്. എനിക്ക് മനുഷ്യരെ കൊന്ന ഡീമൻസിനോട് പ്രതികാരം ചെയ്യുകയാണ് ഉദ്ദേശമെന്ന് അവൻ പറഞ്ഞപ്പോൾ, അങ്ങനെ നിനക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ജീവനോടെ ഇരിക്കണമല്ലോ. അതിനാദ്യം നിന്റെ ഈ മുറിവുകളൊക്കെ ഭേദമാക്കാൻ നോക്കാൻ ഷാവോ ഉപദേശിക്കുന്നു. ഡ്രാഗൺ ലോർഡായ അവൾ എന്തിനാണ് തന്നെ സഹായിക്കുന്നതെന്ന് ഹോങ്ങി സംശയം ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി പറയാതെ ഷാവോ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഡീമൻ വാലിയിൽ വെച്ച് അവൾ ആദ്യം ഹോങ്ങിയെ കണ്ടുമുട്ടിയ സമയത്ത്, അന്ന് താനങ്ങനൊക്കെ പെരുമാറിയ സമയത്ത് ഹോങ്ങിക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക എന്ന് ഇപ്പോൾ ഷാവോയ്ക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഷാവോ പോയ സമയത്ത് ഹോങ്ങിയെ ആ ബെഡിൽ നിന്ന് ഇറങ്ങി നടക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ മറിഞ്ഞു വീഴുന്നു. അവൻ അവിടെ എഴുന്നേൽക്കാനും പറ്റുന്നില്ല. ഷാവോ അവന് മരുന്നുമായി തിരികെ വന്നപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവനെ പിടിച്ച് നേരെ എത്തിയിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്ക് എന്തായാലും നിങ്ങളെ സെർവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ വിട്ടയച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിന്നെ വിട്ടയക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല. പക്ഷേ നിൻ്റെ ഈ മുറിവുകൾ ഭേദമായ ശേഷം മാത്രമേ നിന്നെ വിട്ടയക്കൂ. അതുവരെ ഇവിടെ നിൽക്കാൻ ഷാവോ അവനോട് ആവശ്യപ്പെടുന്നു. അവനത് സമ്മതിക്കേണ്ടി വരുന്നു. അവൻ പതുക്കെ റിക്കവർ ആവുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആദ്യം ഷാവോ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇതിൻ്റെ സഹായം വേണ്ട എന്ന് അവൻ പറയുന്നതിനാൽ അവൾ അവൻ്റെ പിടി വിട്ടിട്ട് തന്നെ നടന്നോളാൻ പറയുന്നു. പക്ഷേ
പിടിച്ചാണെങ്കിലും കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവൻ വീണ് പോകുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വീണ്ടും അവനെ ശുശ്രൂഷിക്കേണ്ടി വരുന്നു. അവിടെയുള്ള സെർവൻസൊക്കെ ഇത് പരാതി പോലെ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും എന്നെ സഹായിക്കുന്നത്? നീ എന്നെ കൊല്ലുന്നതുമില്ല, ഇവിടെ നിന്ന് പോകാനും സമ്മതിക്കുന്നില്ല, എന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. അതിന് തക്കോണം എന്ത് ബന്ധമാണ് നമ്മൾക്കിടയിലുള്ളത് എന്ന് ഹോങ്ങെ അവളോട് ചോദിക്കുന്നുണ്ട്. ഷാവോയ്ക്ക് അതിനെപ്പറ്റി മുഴുവനായും അവനോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് ഡീമൻസും മനുഷ്യരും തമ്മിലുള്ള കണക്ഷനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഭാവിയിൽ ചിലപ്പോൾ മനുഷ്യർ ഡീമൻസിനേക്കാൾ കൂടുതൽ ശക്തരായേക്കാം എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഹോങ്ങെ പറയുന്നത്. ലോകമുണ്ടായ കാലം തൊട്ട് ഡീമൻസ് മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യർ ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നില്ലേ? അതിൻ്റെ അർത്ഥം അവർ അത്ര മോശക്കാരല്ല എന്നാണ്. അതുകൊണ്ട് ഉറപ്പായും നാളെ ഒരിക്കൽ അവർ ശക്തരായി തീരും എന്നൊക്കെ ഷാവോ അവനോട് പറയുന്നുണ്ട്. ഇനി അവിടെയുള്ള ഡ്രാഗൺസ് ആരും മനുഷ്യരെ ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹോങ്ങയുടെ ആവശ്യങ്ങളെല്ലാം എൻ്റെ ആവശ്യങ്ങൾ പോലെ നടത്തി കൊടുക്കണം എന്നൊക്കെയുള്ള ഓർഡർ ഷാവോ അവിടെയുള്ള ഡ്രാഗൺസിനായി പുറപ്പെടുവിക്കുന്നുണ്ട്. പലർക്കും ഇതിനെതിരായി ശബ്ദമുയർത്തണമെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവൾ പേടിയായതുകൊണ്ട് ആരും എതിർത്തൊന്നും പറയുന്നില്ല. ഹോങ്ങയെ പതുക്കെ അവളെ അനുസരിക്കുന്നത് പോലെ അവൾ പറയുന്നത് പോലെയൊക്കെ നിൽക്കാൻ തുടങ്ങുന്നുണ്ട്. അവളെ സന്തോഷിപ്പിക്കാനായി ഓരോന്ന് ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിലും അവൻ അവളെ കൊല്ലാനായിട്ട് അവസരം നോക്കിയിരിക്കുകയാണ്. ഒരു തവണ അതിന് ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ലോങ്യോ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് പരിക്ക് പറ്റുന്നു. ലോങ്യോ അപ്പോൾ തന്നെ ഹോങ്ങയെ കൊല്ലാനും തുടങ്ങുന്നുണ്ട്. പക്ഷേ ഷാവോ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് ഹോങ്ങയെ ശരിക്കും അമ്പരക്കുന്നുണ്ട്. ഇപ്പോൾ അവളുടെ വിശ്വാസം പിടിച്ചു പറ്റി വീണ്ടും അവൻ അവളെ ചതിക്കാൻ ശ്രമിച്ചിരിക്കുകയാണല്ലോ. അവൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവനെ കൊല്ലാവുന്നേ ഉള്ളൂ. എന്നിട്ടും അവൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവനെ അമ്പരപ്പിക്കുന്നു. ലോങ്യോ തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഷാവോയോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ഷാവോ അവനിട്ട് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അവനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. അങ്ങനെ അവൻ അവളോട് പിണങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹോങ്ങ ഇതെല്ലാം കണ്ട് ആകെ അമ്പരന്നിരിക്കുകയാണ്. ഷാവോ പതുക്കെ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഇനിയെങ്കിലും നീ എന്തിനാണ് ഇങ്ങനെ വീണ്ടും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് നിനക്കൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ഇവിടെ എന്നെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നീ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൻ്റെ സ്വന്തം ആൾക്കാരോട് പോലും എതിർത്ത് സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല എന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ അവളോട് സോറി പറയുന്നുണ്ട്. നമുക്കിടയിൽ ഇങ്ങനെയുള്ള മര്യാദയുടെ ഒന്നും ആവശ്യമില്ല. നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ആദ്യം നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാൻ ശ്രമിക്കാം. അതിന് തയ്യാറാണോ? ഇവിടെയുള്ള ആരും നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഷാവോ അവനോട് പറയുന്നു. അവനെ സമ്മതിക്കുന്നുണ്ട്. അവനെ സമാധാനിപ്പിച്ച ശേഷം ഷാവോ ലോങ്യോൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ അപ്പോഴും അവളോട് പിണങ്ങി തന്നെ നിൽക്കുകയായിരുന്നു. മനുഷ്യരെ എന്തിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നാണ് ലോങ്യോൻ്റെ ചോദ്യം. ഈ ലോകം ഡ്രാഗൺസിന് വേണ്ടി മാത്രമുള്ളതല്ല, മനുഷ്യരും ഇവിടെ ജീവിക്കുന്നവരാണ്. ഒരു കാര്യവുമില്ലാതെ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ പേരിൽ നിങ്ങൾ 100 കണക്കിന് മനുഷ്യരെ കൊന്നു കഴിഞ്ഞു. അവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നിനക്ക് ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുക. എങ്കിൽ മാത്രമാണ് നിനക്ക് കൾട്ടിവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നൊക്കെ ഷാവോ ലോങ്യോനെ ഉപദേശിക്കുന്നുണ്ട്. അവളുടെ ആ ഉപദേശം അവന് ശരിക്കും മനസ്സിലാവുന്നു. തനിക്ക് ഇങ്ങനെ ഗൈഡൻസ് നൽകിയതിന് അവളോട് നന്ദി പറഞ്ഞിട്ട് അവൻ കൾട്ടിവേറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ഹോങ്ങി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഷാവോ ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ അവളോടുള്ള ദേഷ്യമൊക്കെ കുറേ മാറുന്നുണ്ട്. എനിക്ക് കുറച്ച് നടന്നാൽ കൊള്ളാമെന്നുണ്ട് എന്ന് അവൻ ആഗ്രഹം പറയുന്നു. അവൾ അത് സാധിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ ഒപ്പം പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ കടൽ തീരത്ത് കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കുന്നു. ഹോങ്ങെ അവനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അവളോട് പറഞ്ഞത്. ആദ്യം അവൻ ചോദിച്ചത് യൂലി സ്പ്രിങ്ങിനെ പറ്റി അവൾ കേട്ടിട്ടുണ്ടോ എന്നാണ്. കേട്ടിട്ടില്ല എന്നാണ് ഷാവോ അവനോട് പറയുന്നത്. താൻ ഭൂമിയിലെ ഒരു രാജകുമാരനാണ് എന്നും അവിടെ വെച്ച് ഭൂമിയിലെ ദേവതയെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചതിനാൽ ദേവത അവനൊരു പ്രത്യേക വരം നൽകിയെന്നുമൊക്കെ ഹോങ്ങി അവളോട് പറയുന്നു. ഡീമൻസിനെതിരായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശക്തി തങ്ങൾക്ക് നൽകണമെന്നായിരുന്നു ഹോങ്ങിയെ ദേവതയോട് ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയിട്ടാണ് യൂലി സ്പ്രിങ് ദേവത അവന് വേണ്ടി തുറന്നു കൊടുത്തത്. പക്ഷേ ആ യൂലി സ്പ്രിങ് ഉള്ളത് സെലസ്റ്റിയൽ മൗണ്ടനിലാണ്. ആ മൗണ്ടൻ മനുഷ്യർ തന്നെ കണ്ടെത്തണം. അതായിരുന്നു ദേവതയുടെ കണ്ടീഷൻ. വർഷങ്ങളായിട്ട് ഹോങ്ങെ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇതുവരെ അവനത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ കേട്ടപ്പോൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യൂലി സ്പ്രിങ്ങിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം മനുഷ്യൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നുവെന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നു. അവൻ കുൻലുൻ മിറർ കണ്ടെത്തിയോ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മിററിനെ പറ്റി ഹോങ്ങെ ഇന്ന് വരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ യൂലി സ്പ്രിങ് കണ്ടെത്തുക എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഒരു ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കയറി യൂലി സ്പ്രിങ് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ കടലിലൂടെ യാത്ര ചെയ്ത് വരികയായിരുന്നു. പെട്ടെന്നാണ് ഒരു സുനാമി ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണെന്ന് കടൽ തീരത്ത് വെച്ച് അവളെ കണ്ടുമുട്ടിയത് എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. എന്നെങ്കിലും ഉറപ്പായും സെലസ്റ്റിയൽ മൗണ്ടൻ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ. ഷാവോ തിരിച്ചെത്തിയിട്ട് ലോങ്ഷിയും ലോങ്ങുമായിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ കടലിലൊരിടത്തും ഇങ്ങനൊരു സെലസ്റ്റിയൽ മൗണ്ടൻ ഉള്ളതിനെപ്പറ്റി അവർക്ക് ഇന്ന് വരെ അറിയില്ല. പിന്നെ മനുഷ്യരുണ്ടാക്കുന്ന ഈ ഷിപ്പും കൊണ്ട് ആഴക്കടലിലേക്കൊന്ന് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ലോങ്ഷി പറയുന്നുണ്ട്. എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ കടലിലൊക്കെ തിരിഞ്ഞ് സെലസ്റ്റിയൽ മൗണ്ടൻ കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് ഷാവോ അവരോട് പറയുന്നു. ലോങ്ഷി ആദ്യം അതിന് തയ്യാറാവുന്നില്ല. ലോങ്യോ ഷാവോ ഇത് പറഞ്ഞ ഉടനെ തന്നെ അത് അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. ലോങ്യോ ഒരു കുഞ്ഞ് ഡ്രാഗൺ ആണല്ലോ, അതുകൊണ്ട് അവൻ തനിച്ചു പോയാൽ എന്തെങ്കിലും അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന് ഷാവോ പറഞ്ഞപ്പോൾ ലോങ്ഷി കൂടി അവൻ്റെ സഹായത്തിനായി പോകുന്നു.
അവർ പോയി കഴിഞ്ഞപ്പോൾ ഷാവോ ഒരു ചെറിയ ബോട്ടിൽ ഹോങ്ങയെയും കൂട്ടി സെലസ്റ്റിയൽ മൗണ്ടൻ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. മുമ്പ് അവൻ്റെ ഒപ്പം ഇതേപോലെ പോയതാണ് അവൾക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവൾ ഈ യാത്ര ശരിക്കും എൻജോയ് ചെയ്യുന്നു. അവളിങ്ങനെ തൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നത് ഹോങ്ങിക്ക് ചെറിയ ചമ്മലുണ്ടാക്കുന്നുണ്ട്. ഈ സമയത്താണ് എനിക്ക് അടുത്തിടെ ഒരു ഡിവൈൻ വിഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കണ്ടു. നീയാണ് ഭാവിയിൽ എൻ്റെ ഹസ്ബൻഡ് ആവാൻ പോകുന്നതെന്ന് അവൾ പറയുന്നു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സ്വപ്നം കാണുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവനത് വിശ്വാസമില്ലാത്ത പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ സത്യമാണ് ഞാൻ പറയുന്നത്, ശരിക്കും നീ ഭാവിയിൽ എൻ്റെ ഹസ്ബൻഡ് ആകും എന്നവൾ വീണ്ടും പറയുന്നുണ്ട്. മനുഷ്യരിങ്ങനെ കഷ്ടപ്പെടുന്നതിനിടയിൽ എനിക്ക് വിവാഹത്തെ പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റില്ല എന്ന് അവൻ ഈ സമയത്ത് പറയുന്നു. ഷാവോ അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെറുതായിട്ട് ശക്തി പ്രയോഗിച്ച് അവിടെ ചെറിയൊരു ഫോഴ്സിലുള്ള തിരമാല ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബോട്ട് ആടി ഉലയാൻ തുടങ്ങുന്നു. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഹോങ്ങി പെട്ടെന്ന് അവളോട് പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവൻ ഇങ്ങനെ ചെയ്തതോടെ അവൾ തിരമാലകൾ കുറച്ചുകൂടി ശക്തമായ രീതിയിലാക്കുന്നു. അതോടെ ഹോങ്ങി എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പോലും അവൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഷാവോയെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അവനൊരു സുനാമിയൊക്കെ സർവൈവ് ചെയ്തുകൊണ്ട് ഈ ഒരു അവസരത്തിൽ അവൻ ശരിക്കും പേടിക്കേണ്ടതാണ്. എന്നിട്ടും ആ പേടിയൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് തന്നെ അവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അവളെ സന്തോഷിപ്പിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തിരകളൊക്കെ ശാന്തമാക്കുന്നു. ആ സമയത്താണ് താനിങ്ങനെ അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് തന്നെ അവൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൻ പതിയെ കൈകൾ വീഴുന്നുണ്ട്. ഇവിടെ എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള അശ്വർ ഡ്രാഗണായിട്ടാണ് എന്നെ കാണുന്നത്. നീ മാത്രമാണ് ഒരു സാധാരണക്കാരിയായ പെണ്ണെന്ന നിലയിൽ എന്നോട് പെരുമാറുന്നത് എന്ന് ഷാവോ സന്തോഷത്തോടെ അവനോട് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് തുഴകൾ നഷ്ടമായ കാര്യം അവൻ അറിയുന്നത്. അത് പോയാലും സാരമില്ല, തിരമാലകളുടെ ഗതി അനുസരിച്ച് നമുക്ക് പതിയെ പോയാൽ മതി എന്ന് ഷാവോ അവനോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഷാവോ അവൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ തുടങ്ങുന്നു. ഹോങ്ങിക്ക് ഇത് വല്ലാത്ത ചമ്മലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവൻ മറുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ഷാവോ ചിരിച്ച് രസിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഹോങ്ങിയെ എങ്ങനെയാണ് തന്നെ ദ്രോഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഷിങ്ഷി അങ്ങനെയാണല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് അവളോട് പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് അവൾ ചിന്തിക്കുന്നത്. രാത്രിയായപ്പോൾ അവർ ഒരു തീരത്തെത്തുന്നുണ്ട്. ഹോങ്ങി അപ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നു. ഷാവോ അവനെ ഉണർത്താതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവൻ ഉണരുന്നു. അടുത്ത് ഒരു ഫിഷിംഗ് വില്ലേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ പോയി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് തിരയാമെന്ന് അവൻ പറയുന്നുണ്ട്. ഷാവോയും സന്തോഷത്തോടെ അവൻ്റെ ഒപ്പം ചെല്ലുന്നു. അവിടെ ഒരു ഒഴിഞ്ഞ വീട് അവർ കണ്ടെത്തുന്നുണ്ട്. അവിടെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഉണക്കമീനൊക്കെ എടുത്ത് അവൻ സൂപ്പ് ഉണ്ടാക്കി അവൾക്ക് നൽകുന്നു. അവന് കുക്ക് ചെയ്യാനൊക്കെ അറിയാമെന്നുള്ളത് ഷാവോയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവനുണ്ടാക്കിയ സൂപ്പ് അവൾക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം വിശപ്പ് മാറില്ല. അതുകൊണ്ട് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നൂഡിൽസ് എന്നുള്ള വാക്ക് ഹോങ്ങി കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നൂഡിൽസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. കുറച്ച് വീറ്റ് ഫ്ലോർ കണ്ടുപിടിച്ചുകൊണ്ട് വരാമെങ്കിൽ താൻ ഉണ്ടാക്കി തരാമെന്ന് ഷാവോ പറയുന്നു. അങ്ങനെ അവൻ കുറച്ച് ഫ്ലോർ കൊണ്ടുവരുന്നു. അവൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവൻ തന്നെയാണ് അത് റെഡിയാക്കിയത്. ഇടയ്ക്ക് അവൻ്റെ മുഖത്ത് കുറച്ച് ഫ്ലവറൊക്കെ പറ്റിയപ്പോൾ അവൾ തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത് നിന്ന് അവൻ ഉണ്ടാക്കുന്നത് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മുമ്പ് ഹോങ്ങെ തനിക്ക് വേണ്ടി നൂഡിൽസ് ഉണ്ടാക്കി തന്ന രംഗങ്ങളൊക്കെ ഈ സമയത്ത് അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. 2-3 മുട്ടയൊക്കെ അവൾ അവിടെ അടുത്ത് നിന്ന് സംഘടിപ്പിച്ചിരുന്നു. അതൊക്കെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നുണ്ട്.